നമസ്കാരം, ഇൻസ്റ്റയിലേക്ക് സ്വാഗതം. കേരന്തെങ്ങും കേരള നാട്ടിൽ ഇനി KR ഗൗരി ഭരിച്ചിടുമെന്നുള്ളൊരു മുദ്രാവാക്യം ഏറെ പതിറ്റാണ്ടുകൾക്ക് മുൻപ് കേരളത്തിൽ മുഴങ്ങിക്കേട്ടതായിരുന്നു. ഒരു സമയത്തത് ഏവരും പ്രതീക്ഷിച്ചതുമായിരുന്നു. എന്നാൽ അതിനെയൊക്കെ അട്ടിമറിച്ചുകൊണ്ട് ഭരണത്തിൽ വീണ്ടും ആൺമേധാവിത്വം തന്നെയാണ് ഉണ്ടായത്. അതിൽ സ്ത്രീകൾക്ക് പാർട്ടിയിൽ മുന്നോട്ട് വരാനായി അത് കോൺഗ്രസിലായിരുന്നാലും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലായിരുന്നാലും സാധിക്കില്ല എന്നുള്ള ഒരു ചീത്തപ്പേര് അത് പ്രത്യേകിച്ച് കേരളത്തിലുണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലടക്കം ഉയർന്നു കേട്ടൊരു പേരായിരുന്നു അടുത്ത മുഖ്യമന്ത്രിയായി ശൈലജ ടീച്ചർ വരുന്നു എന്നുള്ളത്. എന്നിരുന്നാലും അവസാന സമയം വെട്ടിനിരത്തലൊക്കെ തന്നെ സംഭവിച്ചു. അങ്ങനെ ഒരു സംഭവം ഉണ്ടായില്ല. രണ്ടാം പിണറായി സർക്കാർ വന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒഴികെ ബാക്കി എല്ലാവരും പുതുമുഖങ്ങൾ. എന്നാൽ ഇനി അങ്ങനെ ആവരുതെന്നും ഭാവി മുഖ്യമന്ത്രിയായി ശൈലജ തന്നെ വരണമെന്ന ആവശ്യം തന്നെയാണ് ഉയരുന്നത്. പി ജയരാജൻ്റെ വാക്കുകളാണ് അങ്ങനെ ഒരു പ്രചാരണത്തെ വീണ്ടും സജീവമാക്കി മാറ്റുന്നത്. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഭാവിയിൽ അവതരിപ്പിക്കാൻ കഴിയുന്ന ഒരു നേതാവായതുകൊണ്ടാണ് KK ശൈലജ വടകരയിൽ പരാജയപ്പെട്ടതെന്ന് CPM സംസ്ഥാന കമ്മിറ്റിയിൽ പി ജയരാജൻ ഒരു പരാമർശം നടത്തിയിരുന്നു. ഇതാണ് ഏറ്റവും വലിയ ചർച്ചയായി മാറിയതും ആ പരാമർശത്തിന് പല മാനങ്ങൾ കൽപ്പിക്കപ്പെടുന്നതും. പരാജയപ്പെടുത്തിയത് ഇനി CPM ആണോ കോൺഗ്രസ് ആണോ എന്നുകൂടി ചോദിക്കാൻ, ഒരു പുനർവിചിന്തനം നടത്താനുള്ള വ്യാഖ്യാനം നടത്താൻ കഴിയുന്ന രീതിയിലുള്ള ഒരു പ്രസ്താവനയായി തന്നെയാണ് അതിനെ ഇപ്പോൾ ഏവരും വിമർശിക്കുന്നത്. മുഖ്യമന്ത്രി പദത്തിന് അർഹരായവരെ സംസ്ഥാന തിരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാതെ, നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാതെ പകരം ലോക്സഭയിലേക്ക് പറഞ്ഞു വിട്ടിട്ട് എന്ത് പ്രയോജനമെന്ന ചോദ്യമാണ് അവിടെ പ്രസക്തമാകുന്നത്. ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമായ പ്രവർത്തികൾ നടത്തിയിട്ടുള്ള നേതാക്കളെ പരിഗണിക്കുക തന്നെയാണ് ചെയ്യേണ്ടത്. മുഖ്യമന്ത്രി പദത്തിന് ഇനി അർഹരായവർ നിരവധി ആളുകൾ ഇനിയും പാർട്ടിയിലുണ്ട് എന്നുള്ള മുന്നറിയിപ്പായും ഇതിനെ വ്യാഖ്യാനിക്കാൻ സാധിക്കും. ശൈലജ ടീച്ചർക്ക് ഉറപ്പായും മുഖ്യമന്ത്രി സ്ഥാനം നൽകണമെന്ന ആവശ്യം നിരവധി അണികൾ ഉയർത്തുന്നുണ്ട്. ഇപ്പോഴും പലരും പരിഭവമായൊക്കെ തന്നെ അതിനെ മനസ്സിൽ ഉള്ളിലൊതുക്കി വെക്കുന്നുണ്ട്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് തോൽവി പുനഃപരിശോധിച്ചുകൊണ്ടിരിക്കുന്നു CPM. അതിൽ പലയിടത്തും മുഖ്യമന്ത്രിയുടെ പ്രവർത്തികളും സർക്കാരിൻ്റെ പലതരത്തിലുള്ള പരാജയങ്ങളും തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അങ്ങനെ സംസ്ഥാന സമിതിയിൽ മുഖ്യമന്ത്രിക്ക് നേരെ ശക്തമായ വിമർശനം ഉണ്ടായതിന് പിന്നാലെയാണ് മറ്റൊരു തരത്തിൽ കൂടി KK ശൈലജ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തിയാൽ എന്ത് കുറവ് എന്നുള്ള ചോദ്യം കൂടി പ്രസക്തമാകുന്നത്. കണ്ണൂരിൽ നിന്ന് തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏറ്റവും അധികം അടി ഉണ്ടാകുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിലുണ്ടായ ബോംബ് സ്ഫോടനവും, പാനൂരിലെ ബോംബ് സ്ഫോടനവും അതിനുശേഷം ബോംബ് കണ്ടെടുത്തതുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ, ഇതൊക്കെ തന്നെ മുഖ്യമന്ത്രിയുടെ തട്ടകത്തിൽ, മുഖ്യമന്ത്രിയുടെ തന്നെ ജില്ലയിൽ ആവർത്തിച്ച് സംഭവിക്കുന്ന അദ്ദേഹത്തെ തന്നെ പ്രതിരോധത്തിലാക്കുന്നു. അതുപോലെ തന്നെ കണ്ണൂരിൽ നിന്നുള്ള മുതിർന്ന നേതാവ് തന്നെയാണ് പാർട്ടിക്കുള്ളിൽ ഇങ്ങനെ തീ കത്തുന്ന മൂർച്ചയേറിയ വാക്കുകളിലൂടെ പ്രസ്താവന നടത്തിയിരിക്കുന്നത്. ശൈലജ മുഖ്യമന്ത്രിയാകണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെന്നും വടകരയിൽ മത്സരിപ്പിച്ചത് സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിന്നും കെട്ടിക്കാനാണെന്നും പലരും കരുതിയെന്നാണ് പി ജയരാജൻ സംസ്ഥാന സമിതിയിൽ പറഞ്ഞത്. ഒരുപക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കുക, അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ശൈലജ ടീച്ചർ മത്സരിക്കുന്നില്ല എന്നൊരു ചിത്രം വരികയാണെങ്കിൽ ഇതാലോചിച്ച് CPMകാർ തന്നെ വോട്ട് മാറ്റി കുത്തിക്കൂടെ എന്നുള്ള ചോദ്യമാണ് അദ്ദേഹം ഉയർത്തുന്നത്. അതുകൊണ്ട് ജനങ്ങളുടെ മനസ്സിൽ ജനഹിതം, അതോടൊപ്പം പാർട്ടിയിലെ അണികൾ, സഖാക്കൾ തീരുമാനിക്കുന്നതൊക്കെ എന്താണെന്ന് പാർട്ടി മനസ്സിലാക്കണമെന്ന ഒരു ശക്തമായ താക്കീത് കൂടിയാണ് PJ നൽകുന്നത്. രണ്ടാം പിണറായി മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താതിരുന്നതോടെ KK ശൈലജ എന്ന ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എങ്ങുമില്ലാതായി പോകുന്നു എന്നുള്ള പ്രചരണം ഇടയ്ക്ക് ഉയർന്നു കേട്ടിരുന്നു. അതിന് കൂടുതൽ ഊർജം പകർന്നുകൊണ്ടാണ്, അതിനെയൊക്കെ തന്നെ അവഗണിച്ചുകൊണ്ടാണ് ഭാവി മുഖ്യമന്ത്രി എന്ന പ്രചാരണത്തിൽ പി ജയരാജൻ തന്നെ ഉയർത്തിക്കൊണ്ടുവന്നിരിക്കുന്നത്. സംസ്ഥാന സമിതിയിൽ തന്നെ ഇങ്ങനെ ഒരു ചർച്ച ഉണ്ടായതാണ് CPMനെ ഏറെ പ്രതിരോധത്തിലാക്കുന്നത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ശൈലജയെ വടകരയിൽ സ്ഥാനാർത്ഥിയാക്കിയത് ഉറപ്പായും സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിന്നും ഒഴിവാക്കാനാണ് എന്നുള്ള പ്രചരണം ശക്തിപ്പെട്ടിരുന്നു. അതുതന്നെയാണ് യാഥാർത്ഥ്യമെന്നാണ് നിരവധി ആളുകൾ വിശ്വസിക്കുന്നത്. അല്ലെങ്കിൽ KK ശൈലജയെ പോലെ നല്ലൊരു മന്ത്രിയെ, നല്ല രീതിയിൽ കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ കപ്പാസിറ്റിയുള്ള ഒരു സഖാവിനെ എന്തുകൊണ്ട് മാറ്റി നിർത്തി എന്ന ചോദ്യം നിരവധി ആളുകൾ അന്ന് ഉയർത്തിയിരുന്നു. എന്നാൽ പാർട്ടി എന്ന് പറയുന്നു, അതനുസരിച്ചുള്ള പരിചയവും പഴക്കവും മാത്രമുള്ളതുകൊണ്ട് ഇതിനെ വിമർശിക്കാനോ അതിനെ കുറ്റം പറയാനോ അവർ തയ്യാറായില്ല എന്നും വ്യക്തമാകുന്നു. ഒപ്പം ഏറ്റവും മോശകരമായ തെരഞ്ഞെടുപ്പ് പ്രചരണ കാഴ്ചകളായിരുന്നു വടകരയിൽ കാണാൻ കഴിഞ്ഞത്. ശൈലജയെ പാർട്ടി തഴയുന്നു എന്ന് തോന്നുന്നവർക്ക് പലതരത്തിൽ വ്യാഖ്യാനിക്കാൻ കഴിയും. ഇപ്പോൾ പി ജയരാജൻ തൊടുത്തുവിട്ട ഈ വാക്കുകൾ കണ്ണൂരിൽ നിന്ന് തന്നെ ഇങ്ങനെ പരസ്യമായ രീതിയിൽ തർക്കം മുറുകുന്നതാണ് ഏറ്റവും അധികം പിണറായി നേതൃത്വവുമായി മറ്റ് സഖാക്കൾ അകൽച്ചയിലാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുന്ന യാഥാർത്ഥ്യവും. ഇനി മുന്നണി കൺവീനറായിട്ടുള്ള പി ജയരാജനെതിരെയും ഗുരുതരമായ വിമർശനം ഉണ്ടായിരുന്നു. BJP നേതാവുമായുള്ള സന്ദർശനം, തിരഞ്ഞെടുപ്പ് വേളയിലുണ്ടായ വിവാദങ്ങൾ, ഇതൊക്കെ തിരഞ്ഞെടുപ്പ് പരാജയത്തിന് കാരണമായി എന്ന് കുറ്റപ്പെടുത്തലുണ്ട്.
നേരത്തെ തന്നെ പാർട്ടി സെക്രട്ടറി പദത്തിലേക്ക് അദ്ദേഹത്തെ പരിഗണിക്കുമെന്ന് കരുതി അവസാന നിമിഷം പരിഗണിക്കാതിരുന്നതോടെ ഉണ്ടായ അകൽച്ച ഇന്നും നിലനിൽക്കുന്നുവെന്നാണ് പൊതുവെ പറയുന്ന കരകമ്പി. പരസ്യമായി എതിർക്കാനുള്ള ധൈര്യമില്ലെങ്കിൽ പോലും ശക്തമായി ഭരണത്തിലൊരു മാറ്റം വരണമെന്ന ആഗ്രഹം ഇവരൊക്കെ തന്നെ മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്നവർ തന്നെയാണ്. എന്തിനേറെ പറയുന്നു പാർട്ടി സെക്രട്ടറി അടക്കം. പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയനെ ന്യായീകരിക്കാനുള്ള ക്യാപ്സ്യൂളുകൾ മാത്രമാണ് ഈയടുത്തായി എം വി ഗോവിന്ദൻ്റെ വായിൽ നിന്നും വരുന്നത്. അങ്ങനെ മുഖ്യമന്ത്രിക്കുമെതിരെ ഭരണത്തിനുമെതിരെയൊക്കെ ശക്തമായി ചിന്തിക്കാനും ശക്തമായി പോരാടാനും തോന്നലുകൾ ഉരുത്തിരിഞ്ഞ് വരാനും താല്പര്യമുള്ള നിരവധി അണികളാണ് ഇങ്ങനെ പാർട്ടിയിൽ ഇപ്പോഴുള്ളത്. യുവ നേതാക്കളൊക്കെ തന്നെ ഇപ്പോൾ അടിത്തട്ടിൽ പ്രവർത്തിക്കുന്നവരൊക്കെ തന്നെ PJയെ അനുകൂലിക്കുന്നവരാണ്. ഇനി മറുഭാഗത്ത് G. സുധാകരൻ അടക്കമുള്ള മുതിർന്ന നേതാക്കൾ സർക്കാരിൻ്റെ ഭരണത്തിൽ ഒരു മാറ്റം വേണം എന്ന ആവശ്യം ശക്തമായി തന്നെ ഉയർത്തുന്നുണ്ട്. ഇങ്ങനെ പോയാൽ അപജയമെന്നല്ല, പാർട്ടിയുടെ സമൂലമായൊരു നാശം തന്നെ ഭാവിയിൽ കണ്ടേ തീരൂ എന്നാണ്, കാണേണ്ട അവസ്ഥയുണ്ടാകുമെന്നാണ് അവരൊക്കെ താക്കീത് നൽകുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.